കേന്ദ്രത്തെയാണോ നിങ്ങൾക്ക് വിശ്വാസം? മോദി സർക്കാരിലാണോ നിങ്ങൾക്ക് വിശ്വാസം? രണ്ട്, കോടതി അതിന് മറുപടി പറഞ്ഞു. കോടതി അതിന് മറുപടി പറഞ്ഞതേ, കോടതി പറഞ്ഞ എന്താണ്? CBI വേണം എന്ന് പറഞ്ഞാൽ CBIയിലേക്ക് ആരാണ് സാർ പോകുന്നതെന്ന് കോടതി ചോദിച്ചില്ലേ? കോടതി പറഞ്ഞ എന്താണ്? CBIയിലേക്കും പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് ആളുകൾ പോകുന്നത്. ഈ SITയുടെ തലവൻ തന്നെ CBIയിൽ പ്രവർത്തിച്ചതല്ലേ എന്നും കോടതി ചോദിച്ചില്ലേ? താങ്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. കോടതി പോലീസുകാരാണ് CBIയിലേക്ക് പോകുന്നതെന്നും പറഞ്ഞില്ലേ ഇന്നലെ? അല്ല, ഞാൻ ചോദിച്ചത്, എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആണ് എന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞു. ഞാൻ പറയുന്നതല്ല താങ്കൾക്ക് ബോധ്യമില്ല. ഞാൻ പറയുന്നതല്ലാതെ ശ്രീ സേനാപതി ബോധ്യമില്ല. എന്റെ ചോദ്യം അത് ക്ലിയർ ചെയ്യണം. ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നത് ഞാൻ പറഞ്ഞ ബോധ്യം മാത്രമാണോ സേനാപതിക്ക്? സേനാപതിക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണോ? പക്ഷേ എന്റെ രണ്ടാമത്തെ ചോദ്യം അതംഗീകരിച്ചല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, SITയിലെ അംഗങ്ങളെ നിയന്ത്രിക്കുന്നത് ആര്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാനത്തല്ല. നോ, അവര് ഹൈക്കോടതി മേൽനോട്ടത്തിൽ CBIയേക്കാൾ മുകളിലാണ് ഹൈക്കോടതി. ഒന്ന്, CBIയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതിലേക്ക് ആളുകളെ പോലും റിക്രൂട്ട് ചെയ്യുന്നത് കോടതിയുടെ അനുമതിയോടെയാണ്. ഈ പറഞ്ഞ സംസ്ഥാന പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ കേരള സർക്കാരിനോ സ്വമേധയാ തീരുമാനമെടുത്തു കൊടുക്കാനേ കഴിയില്ല. അതാണ് കോടതി പറഞ്ഞത്. സേനാപതി കോടതി പറഞ്ഞത് സംസ്ഥാന പോലീസിലെ വിശ്വാസയോഗ്യരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന് ഇന്നലെ കൂടി പറഞ്ഞു. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണോ? ആ കാര്യത്തിൽ തർക്കമുണ്ടോ ശരത്തിന്? അതല്ലേ കോടതി പറഞ്ഞത്. CBIയിലുള്ളത് പോലീസുകാരല്ലെന്നല്ലേ ചോദിച്ചത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ? നിങ്ങൾ സേനാപതി പറഞ്ഞ ഈ വാദം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലും മുന്നോട്ട് വെച്ചു. അവിടെയാണ് കോടതി പറഞ്ഞത് CBIയിലുമുള്ളത് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന പോലീസുകാരല്ലേ? യെസ്, ആണതേ. അവിടെയാണ് കോടതി പറഞ്ഞത് സംസ്ഥാന പോലീസിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത്. കോടതിക്ക് ബോധ്യമാണ്. പ്രതിപക്ഷത്തിന് ബോധ്യം വരാത്തത് അത് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടാണ്. അല്ല, പ്രതിപക്ഷത്തിന് ബോധ്യം വരാത്തത് രാഷ്ട്രീയം കൊണ്ടല്ല. പ്രതിപക്ഷത്തിന് ബോധ്യം വരാത്തത് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവിന് കോടതിയിലേക്ക് പോകാമായിരുന്നു. പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ പോകാമായിരുന്നു. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു. എന്താ ചെയ്യാതിരുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ക്രിമിനൽ കേസാണെന്നേ. നിങ്ങൾ അങ്ങനെ പ്രതിപക്ഷ നേതാവിന് കോടതിയിലേക്ക് പോകാൻ, രാജീവ് ചന്ദ്രശേഖർ പോയതോ BHP പോയതോ തന്ത്രി സമാജം പോയതോ ക്രിമിനൽ കേസ് ആയില്ലേ? അപ്പൊ അത് സിവിൽ കേസാണ്. അവര് അന്വേഷണ ഏജൻസിയെ മാറ്റണമെന്ന് പറഞ്ഞല്ലേ പോയത്? അല്ലാതെ നിങ്ങൾക്ക് ഈ അന്വേഷണ ഏജൻസി ബോധ്യമില്ലല്ലോ. എങ്ങനെ? ഈ അന്വേഷണ ഏജൻസിയെ നിങ്ങൾക്കും ബോധ്യമില്ലല്ലോ. അല്ല, ഈ അന്വേഷണ ഏജൻസിയെ ബോധ്യമല്ലാത്തതിന്റെ കാരണം എന്താ? ഈ അന്വേഷണ ഏജൻസിക്ക് മേൽ സമ്മർദ്ദം ഈ സർക്കാർ ചെലുത്തുന്നു. എന്നാലത് കോടതി പോയല്ലേ പറയണ്ടേ? എന്നാലത് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലല്ലേ നിങ്ങൾ പറയേണ്ടത്? അതെന്താ പറയാത്തത്? ഈ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ, ഇല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസിയിലുള്ള വിശ്വാസ്യത കുറവ് ഞങ്ങൾ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചു. ശരി, അത് കോടതിയിൽ പോയി പറയാത്തത് എന്തേ? കോടതിയോടല്ലേ പറയേണ്ടത്. കോടതി കരുതും പോലെയല്ല കേട്ടോ. കോടതി പോലും വിചാരിക്കാത്ത വിധം ഈ അന്വേഷണ സംഘം പലവിധ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടതാ കോടതിയോടല്ലേ. അതെന്താ പ്രതിപക്ഷ നേതാവ് പറയാത്തത്? അല്ല, ഒന്ന്, ഇവിടെ രണ്ട് സർക്കിൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സേനാപതി അതിന് മറുപടിയേ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ മറുപടി. എന്റെ ചോദ്യത്തിന് മറുപടി. അല്ല, കേൾക്ക്, ഞാൻ പറഞ്ഞോളാവുന്നേ, ഞാൻ പറഞ്ഞോളാം. അല്ല, അതിപ്പോഴല്ലേ പറയണ്ടേ, പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, അന്വേഷണ സംഘത്തിൽ CPMന്റെ എന്താ പറഞ്ഞ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന പോലീസ് അസോസിയേഷന്റെ 2 ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചപ്പോൾ ഞങ്ങൾ അന്നും പറഞ്ഞൊരു കാര്യം ഇതാണ്. ഇവർ അന്വേഷണ സംഘത്തിൽ നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ അതിന്റെ വിവരങ്ങൾ ചോർത്തുന്നു. കൃത്യമായ രീതിയിൽ കോടതി ആ വാദം നിരാകരിച്ചു. കോടതി ആ വാദം അംഗീകരിച്ചിട്ടില്ല സേനാപതി. അപ്പൊ എന്ത് പറയും? ഇത് പറയുന്നതും കൊടുക്കുന്നതും ഇപ്പൊ അന്വേഷണം ഇത് വരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യത്തെ കുറിച്ചുള്ള നിങ്ങൾ ആളുകളോട് മുമ്പിൽ ഒരു ആരോപണം വെക്കുന്നു. ആ ആരോപണം കോടതിക്ക് മുമ്പാകെ വരുന്നു. നിങ്ങൾ ആ കോടതിയിൽ പോയി അത് തെളിയിക്കാനോ സമർത്ഥിക്കാനോ തയ്യാറായിട്ടില്ല. അത് വേറെ കാര്യം. അപ്പോഴും കോടതി ഇന്നലെ പറഞ്ഞതാണ് പോലീസിലെ വിശ്വാസ്യതയുള്ള മികച്ച ഉദ്യോഗസ്ഥർ. ഇത് പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് മുമ്പാകെ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കുന്നു എന്ന ആക്ഷേപമാണ്. ആ ആക്ഷേപം അടപടലം പൊളിയുന്നു. അന്വേഷണ സംഘത്തിലുള്ള പൂർണ്ണ തൃപ്തിയും ആ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയിലുള്ള വ്യക്തതയും വരുത്തിയത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്.